അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത വർഷം മകരവിളക്കിന് ഈ 3 സ്വാമിമാരുടെ സംഘം. അതെ അതെ അതെ. അപ്പോ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സന്നിധാനത്തുണ്ട്. നിങ്ങൾ രണ്ട് ഗുരുസ്വാമിമാരും എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും പറയരുത്. അല്ല, ഞാൻ റിപ്പോർട്ടിംഗിൽ ഗുരുസ്വാമി എന്നാണ് ഉദ്ദേശിച്ചത്. 20 വർഷത്തിലേറെയായി മകരവിളക്ക് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ആർ അനന്തകൃഷ്ണനും കണ്ണൻ നായരും. പിന്നെ നമ്മൾ ഇത്തവണയും ഈ പർണശാലകൾ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പാണ്ഡിത്താവളത്ത്. ഈ രാത്രിലത്തെ സന്നിധാനത്തെ ഈ മകരവിളക്കിന്റെ തലേദിവസത്തെ മുമ്പത്തെ ദിവസത്തേക്ക് ഭംഗി എന്ന് പറയുന്നത് പർണശാലകളാണ്, ഭജനകളാണ്. സ്വാമി, ആ കേട്ട പാട്ട് ഇതാന്ന് തോന്നുന്നല്ലേ? അതെ അതെ, നമ്മൾ അവിടെ നിന്നൊരു പാട്ട് ഭജന കേട്ട് വന്നതാണ്. ഈ സ്വാമിമാരുടെ സംഘമാണ് ആ പാട്ട് പാടുന്നത്. ഈ പർണശാലയിൽ നമുക്കും കൂടെ കൂടാല്ലേ? അതെ അതെ. സ്വാമിശരണം, എവിടെ നിന്നാണ് നിങ്ങൾ? ഞങ്ങളോട് കൂടിക്കോട്ടെ. പണ്ട് കാലത്തെ നാമം ചൊല്ലുന്ന ഒരു ഭജന കേട്ടത്. അതെ അതെ, നാട്ടിലൊക്കെ കേൾക്കുന്നവരുണ്ടായിരുന്നു. സ്വാമിയാണോ ഗുരുസ്വാമി? എത്ര കാലമായി നമ്മൾ ഈ സംഘത്തെ കൊണ്ട് വരുന്നത്? ഇവിടെ ഇപ്പൊ സംഘത്തെ കൊണ്ട് വരുന്നത് 10, 25, 28 കൊല്ലത്തിന് വേണ്ടി. ഞാൻ തന്നെ വടകരയിൽ നിന്ന് 18 വർഷം നടന്നു വന്നേ. വടകരയിൽ നിന്ന് ഏത് വഴി? എരുമേലി വഴിയാണോ? അങ്ങനെ എരുമേലി വഴി സ്ഥിരമായിട്ട് എത്രയോ കാലമായിട്ട്. ഞങ്ങളെ ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ പ്രതീക സ്വാമിയായിരുന്നു. അയാൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു ഓപ്പറേഷൻ ഉണ്ടായിട്ട് അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ ഇപ്രാവശ്യം കൊട്ടിയൂർ നെയ്യാമൃതന്റെ ഒരു മഠമുണ്ട്, അവിടെ താമസിച്ചു. അവിടെ തന്നെ ഭക്ഷണവും വിശ്രമവും എല്ലാം അവിടെ തന്നെ. ഈ 41 ദിവസവും വീടുമായിട്ടും ഒരു ബന്ധവുമില്ല. അവിടെ അതായത് കൃത്യമായ വ്രതം നോറ്റ് 41 ദിവസത്തെ വ്രതം നോറ്റ് എല്ലാ ദുഷ്ടിതകളെ അല്ലെങ്കിൽ മനസ്സിലെ ശരീരത്തിലുള്ള എല്ലാത്തിനെയും ഒഴിവാക്കി വരുന്ന ആൾക്കാരാണ്. ജനുവരി 6-ാം തീയതി വടകരയിൽ നിന്ന് വിടും. അത് കഴിഞ്ഞിട്ട് 9-ാം തീയതി എരുമേലിയിലെത്തും. അവിടുന്ന് പേട്ടൊക്കെ തുള്ളി പേട്ട കുളിച്ച് അഴുതയിൽ വന്ന് മല ചവിട്ടി അഴുതയിൽ വന്ന് അവിടെ ഒരു ദിവസം ഓൾട്ടാവും. അത് കഴിഞ്ഞ് പുതുശ്ശേരിത്തോട് എന്ന് പറയുന്നൊരു സങ്കേതമുണ്ട് കരിമലയുടെ താഴെ, അവിടെ ഒരു ദിവസം പിന്നെയും ഓൾട്ടാവും. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഭക്ഷണം ഞങ്ങൾ തന്നെ പാചകം ചെയ്യുമായിരുന്നു, എന്നിട്ട് കഴിക്കും. ഇപ്പോൾ സന്നിധാനത്ത് മാത്രം ഭക്ഷണമില്ല, കാരണം അടുപ്പ് കൂട്ടാൻ പാടില്ല, കത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ അശ്വതിസ്വാമി ഇപ്പം ഇത്രയും പറഞ്ഞപ്പോഴേ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞങ്ങ് തീർത്ത്. അഴുതേ കയറുന്ന സമയത്ത് ഈ വേരെ ചവിട്ടി കയറുന്ന ഒരു അനുഭവമുണ്ട്, നമ്മൾ നടന്നു പോയിട്ടുണ്ട്. അതുപോലെ കരിമല നല്ല ദൂരമുണ്ട്. കരിമല നടന്നു കയറി പോരാ, പക്ഷെ കഴുതാക്കയറ്റമാണ് ഇച്ചിരി പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഇരുമുടിയല്ലേ അടുക്കി വെച്ചേക്കുന്നത്? ഇവിടെ ഒരു ആയുധമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്താ അതിന്റെ പ്രത്യേകത? നമ്മളെ നെയ്യ് അടയ്ക്കാനുള്ള ആയുധം. യഥാർത്ഥത്തിൽ നമ്മുടെ ആയുധങ്ങളൊക്കെ നമ്മള് പിന്നെ ശരംകുത്തിയിൽ ഉപേക്ഷിച്ചു. ഇപ്പൊ നമ്മള് അയ്യപ്പനെ കാണാൻ വന്ന ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചാണ് നമ്മളെ പുറത്തിലെ സിംബോളിക്കൽ മാത്രം. നമ്മുടെ ഉള്ളിലുള്ള ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ട് പരിശുദ്ധമായിട്ട് വരണം. അതിന്റെ എല്ലാം പ്രതീകമായിട്ട് സിംബോളിക്കലായി ഇതെല്ലാം കാണിക്കുന്നത്. ഇത്രയും കാലം വ്രതമെടുത്ത് നടന്ന് ശബരിമല വന്നല്ലോ, അതിന്റെ ഒരു അനുഭവം എന്താണ് ജീവിതത്തിൽ? നമ്മൾ ശബരിമലയിൽ ഒരുപാട് സിദ്ധന്മാരെ യോഗിമാരെ എല്ലാം കണ്ടുകൊണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് അയ്യപ്പൻ്റെ തന്നെ അനുഗ്രഹങ്ങളെല്ലാം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ തന്നെ നമ്മൾ വരുമ്പം തന്നെ ശബരിമലയിൽ നടന്നു വരുമ്പോൾ നമ്മളൊക്കെ കാലിനടിയൊക്കെ തയഞ്ഞു തീർന്ന് ആ ഭഗവാന്റെ ശരണമന്ത്രത്തിലാലും ഇങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ ആജ്ഞാചക്രത്തിൽ ഭഗവാന്
വിശുദ്ധി ചക്രത്തിൽ ഭഗവാന്റെ നാമങ്ങളും ജപിച്ചിട്ടാണ് വരിക. അപ്പോൾ ആ ഭഗവാന്റെ രൂപവും നാമവും മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് എങ്ങനെ പുറപ്പെടും. അന്നേരത്ത് നമ്മൾ കാലിൻ്റെ അടിയൊക്കെ താഴ്ന്നിങ്ങനെ തീർന്നിരിക്കണം. ചെറിയൊരു കല്ല് കയറുമ്പോൾ ഭഗവാന്റെ ഒരു ആ വേദന ഉണ്ടല്ലോ, അതൊരു നമുക്കൊരു ഭയങ്കര അനുഭവിക്കും. മനസ്സൊന്നും ഇങ്ങനെ എല്ലാം മറന്നുകൊണ്ട് ഭഗവാന്റെ ലയിച്ച് ശരണം വിളിച്ച് പതുക്കെ തുടങ്ങി, പിന്നെ വലിയ ശബ്ദത്തിലേക്ക് വീണ്ടും ആ താളം ഇങ്ങനെ മാറി തിരിഞ്ഞ് വരുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ശരിക്കും നമ്മളും അങ്ങ് ലയിച്ചു പോയി. തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സന്നിധാനത്തുണ്ട്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഇവിടെ പർണശാലകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി വരുമ്പോൾ പലപ്പോഴും രാത്രികളിൽ ഞാനും അവരോടൊപ്പം കൂടാറുണ്ട്. മകരവിളക്കിന്റെ തലേ ദിവസങ്ങളിൽ ഈ പർണശാലകളിൽ ഇരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു അനുഭവം. അതെ അതെ. എന്തായാലും സ്വാമി ശരണം. മകനെ അയ്യപ്പ, മോഹിനി സുതനെ അയ്യപ്പ, മോഹിനി സുതനെ. ഇവരൊക്കെ നല്ല നിലയിലൊക്കെ ജീവിക്കുന്നവരാവും. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ ഒരു ജീവിത രീതി, അതായത് നിലത്ത് ഒരു സാധാരണ പുൽപ്പ മാത്രം വിരിച്ച് ഈ മണ്ണിൽ കിടന്നുറങ്ങി ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നു. അത് ഞാൻ അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പേരായിട്ട് സംസാരിച്ചപ്പോൾ അവരെല്ലാം എഞ്ചിനീയർമാരാണ്, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരാണ്. 41 ദിവസം വ്രതം എടുത്ത് ജോലിയിൽ നിന്നൊക്കെ തിരക്കൊക്കെ മാറി സന്നിധാനത്ത് വന്ന് 3-4 ദിവസം കണ്ട് മകരവിളക്ക് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. കണ്ണസ്വാമി കുറച്ച് മാളികപ്പുറങ്ങൾ വരുന്നുണ്ട്, നമുക്ക് അവരുടെ അടുത്തേക്ക് കാര്യങ്ങൾ സംസാരിക്കാം. സ്വാമി ശരണം. സ്വാമി ശരണം. എവിടുന്നാ? വടക്കാഞ്ചേരി. എല്ലാ വർഷവും വരാറുണ്ടോ മകരവിളക്കിന്? 3 വർഷമായി വരുന്നു. അമ്മ ആദ്യമായിട്ടാ? ആദ്യമായിട്ട്. ഇപ്പൊ മകരവിളക്കിന് തന്നെ ശബരിമലയിൽ ആദ്യമായിട്ടാണോ? അല്ല, 2ാമത്തെ കൊല്ലം. കഴിഞ്ഞ വർഷം മകരവിളക്ക് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അവിടെ അറിഞ്ഞില്ല, എന്നാലും ഒരു നേരിയൊരു വട്ടം കണ്ടു. ഭഗവാനെ തിരുവാഭരണത്തിൽ കണ്ടോ? കണ്ടു. വലിയ സന്തോഷമായോ? സന്തോഷമായി. അപ്പം സ്വാമി ശരണം. ആ മാളികപ്പുറങ്ങളുടെ ഒരു സന്തോഷം കേട്ടോ. ഒന്നാം തവണ അയ്യപ്പനെ കാണാൻ, മകരവിളക്ക് കാണാൻ വേണ്ടി വരുന്ന ആ അമ്മയുണ്ട്. അതുപോലെ തന്നെ 2-3 തവണ കണ്ട ആൾക്കാരുണ്ട്. അവർക്ക് എന്തൊരു സന്തോഷം. മാളികപ്പുറം പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം മകരവിളക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല എന്നുള്ളത്. സത്യത്തിൽ ഞാനും കഴിഞ്ഞ തവണയാണ്, കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമിച്ചായിരുന്നാണല്ലോ, ആദ്യമായിട്ടാണ് സന്നിധാനത്ത് നിന്ന് മകരവിളക്ക് കാണുന്നത്. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. താഴെ 18 പടിയുടെ താഴെ ഞാൻ പിന്നെ അശ്വത്തിന് മകരവിളക്ക് കാണിച്ചു കൊടുത്തു. അതെ അതെ, തീർച്ചയായും. എന്നാൽ ഈ പാണ്ടിത്താവളത്തൊന്നും പോകാൻ തോന്നുന്നില്ല. അതെ അതെ. ഈ രാത്രി ഇവരുടെ കൂടെ ഇവിടെ അങ്ങനെ ഇരുന്നാലോ? സ്വാമി എവിടെ വന്നാ വരുന്നേ? പറഞ്ഞാർത്തറ. വയനാടാ? മലകയറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അങ്ങനെ കയറിപ്പോന്നു. കുഞ്ഞു മാളികപ്പുറങ്ങളും ഉണ്ട് കൂടെ. ഉണ്ട്. എന്തുവാ മാളികപ്പുറങ്ങളുടെ പേരെന്തുവാ? അവന്തിക. അവന്തിക. ദേവന. ആദ്യമായിട്ടാണോ ശബരിമല വരുന്നത്? അയ്യപ്പനെ കണ്ടോ? അത് കണ്ടില്ലേ? അതാണ് അയ്യപ്പനെ കണ്ടത്. വേറെ വരുന്ന വഴിക്കൊന്നുമല്ല, അയ്യപ്പനെ കാണാൻ വന്നത് അയ്യപ്പനെ കണ്ടല്ലേ. അവന്തിക മോളോ? ഏതൊക്കെ മലയിൽ കൂടെ വന്നത്? മണികണ്ഠ. മണികണ്ഠന്റെ പേരെന്താ? അനേക്. എവിടുന്നാ? പാലക്കാട് നിന്നാണോ? തൊഴുതോ? തിരക്കുണ്ടായിരുന്നോ? ആണോ? ഇനി മകരവിളക്ക് കേട്ടിട്ടേ പോന്നുള്ളോ? എവിടാ മകരവിളക്ക് കാണുന്നതെന്ന് അറിയാമോ? എവിടാന്ന് കാണിച്ചു തന്നോ? നേരെ അങ്ങോട്ട് നോക്കിയാൽ മതി. നാളെ വൈകിട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. മാളികപ്പുറം എവിടുന്നാ? വാളയാറാണോ? പാലക്കാട്. ആദ്യമായിട്ടാണോ? സ്വാമി പാട്ട് പാടുമല്ലോ അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. മാളികപ്പുറം ചിലപ്പം പാടിയേക്കും. ശരണം പൊന്നയ്യപ്പ, സ്വാമി പൊന്നയ്യപ്പ, എന്നയ്യനക്കുമ്മയ്യപ്പ, സ്വാമിയില്ലാതൊരു ശരണമില്ല. ഒന്നാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ, സ്വാമി പൊന്നയ്യപ്പ, എന്നയ്യന പൊന്നയ്യപ്പ. 18 തിരുപ്പടി ശരണം പൊന്നയ്യപ്പ, സ്വാമി പൊന്നയ്യപ്പ, അയ്യനെ പൊന്നയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ. സ്വാമിയേ